കുടുംബത്തെ നടുക്കിയ ഇരട്ടയാക്രമണ കേസിലെ പ്രതി ഭാര്യയെ കുത്തിക്കൊലപ്പെടുത്തുകയും ഭാര്യ പിതാവിനെ സഹോദരിയെയും ഗുരുതരമായി പരിക്കേൽപ്പിക്കുകയും ചെയ്ത അജി എന്ന ജയകുമാറിനെ പോലീസ് വലയിലാക്കി. കഴിഞ്ഞ ശനിയാഴ്ച രാത്രി നാടിനെ കണ്ണീരിലാഴ്ത്തിയ കൊടും ക്രൂരതയ്ക്ക് ശേഷം 4 ദിവസത്തോളം ഒളിവിൽ കഴിഞ്ഞ പ്രതിയെ തിരുവല്ല ബൈപ്പാസിന് സമീപത്തു നിന്ന് ബുധനാഴ്ച വൈകുന്നേരമാണ് അതിസാഹസികമായി പിടികൂടിയത്. ഈ സംഭവം സംസ്ഥാനത്ത് വർദ്ധിച്ചു വരുന്ന കുടുംബ കലഹങ്ങളുടെ ഭീകരമുഖം വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. കഴിഞ്ഞ ശനിയാഴ്ച ഓഗസ്റ്റ് 2 രാത്രി 9:30ഓടെയാണ് കവിയൂർ കോട്ടൂർ സ്വദേശിയായ ജയകുമാർ തന്റെ ഭാര്യ ഷാരിമോളുടെ ജീവനെടുത്തത്. കുടുംബ വഴക്കുകൾ രൂക്ഷമായതിനെ തുടർന്നായിരുന്നു ഈ അരുംകൊല. വീട്ടിൽ സംഗതികൾ പറഞ്ഞു തീർക്കാനെത്തിയ ഷാരികയുടെ പിതാവ് കെ ശശി, സഹോദരി രാധാമണി എന്നിവർക്ക് നേരെയും ജയകുമാർ കത്തിവീശി. യാതൊരു പ്രകോപനവുമില്ലാതെ നടന്ന ഈ ആക്രമണം പ്രദേശവാസികളെയും ബന്ധുക്കളെയും ഒരുപോലെ ഞെട്ടിച്ചു. രക്തത്തിൽ കുളിച്ചു കിടന്ന ഷാരിയെയും പരിക്കേറ്റ ശശിയെയും രാധാമണിയും ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഷാരിയുടെ ജീവൻ രക്ഷിക്കാനായില്ല. ആശുപത്രിയിലേക്ക് മാറ്റുന്നതിനിടെയാണ് ഷാരിക്ക് മരണം സംഭവിച്ചതെന്നാണ് റിപ്പോർട്ടുകൾ. സംഭവത്തിന് ശേഷം ഇരുളിന്റെ മറവിൽ ജയകുമാർ അപ്രത്യക്ഷനായി. ഇതോടെ തിരുവല്ല പോലീസ് ജയകുമാറിനായുള്ള വ്യാപക തിരച്ചിൽ ആരംഭിച്ചു. തിരുവല്ല ഡിവൈഎസ്പി എസ് നന്ദകുമാറിന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചു. സൈബർ സെല്ലിന്റെ സഹായത്തോടെ പ്രതിയുടെ മൊബൈൽ ഫോൺ ടവർ ലൊക്കേഷനുകൾ കേന്ദ്രീകരിച്ചും മറ്റു വിവരങ്ങൾ ശേഖരിച്ചും അന്വേഷണം പുരോഗമിച്ചു. ഇയാൾക്ക് രക്ഷപ്പെടാൻ സഹായിക്കുന്നവരെ കുറിച്ചും പോലീസ് അന്വേഷിച്ചു. പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിലെ വിവിധ ഭാഗങ്ങളിൽ പോലീസ് സംഘങ്ങൾ പരിശോധന നടത്തി. ഈ കേസ് എത്രയും പെട്ടെന്ന് തെളിയിക്കണമെന്ന് പൊതുസമൂഹത്തിന്റെ വലിയ ആവശ്യമായിരുന്നു. ബുധനാഴ്ച ഓഗസ്റ്റ് 6 വൈകുന്നേരം 3:30ഓടെയാണ് പോലീസിന്റെ വലയിലായത്. വർഷങ്ങൾ പഴക്കമുള്ള അനുഭവ സമ്പത്തും സൂക്ഷ്മമായ നീക്കങ്ങളും ഫലം കണ്ടത്. തിരുവല്ല പബ്ലിക് സ്റ്റേഡിയത്തിന് സമീപമുള്ള ബൈപ്പാസിന് താഴെ ഉപയോഗശൂന്യമായ കാടുകയറി കിടക്കുന്ന ഒരു പഴയ മീൻ വിൽപ്പന കേന്ദ്രത്തിൽ ഉറങ്ങുകയായിരുന്നു ജയകുമാർ. രഹസ്യ വിവരത്തെ തുടർന്ന് അതിവേഗം സ്ഥലത്തെത്തിയ പോലീസ് സംഘം ഒരു ചെറുത്തുനിൽപ്പിനും അവസരം നൽകാതെ ഇയാളെ കീഴ്പ്പെടുത്തി. ഒളിവിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇയാൾ കാര്യമായി ഭക്ഷണം കഴിക്കുകയോ ഉറങ്ങുകയോ ചെയ്തിട്ടില്ലെന്നും ക്ഷീണിതനായിരുന്നുവെന്നും പോലീസ് പറഞ്ഞു. പ്രതിയെ കോയിപ്പുറം സ്റ്റേഷനിലെത്തിച്ച് അറസ്റ്റ് രേഖപ്പെടുത്തി. ജയകുമാറിന്റെ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ഷാരിയുടെ പിതാവ് കെ ശശിയും സഹോദരി രാധാമണിയും ഇപ്പോഴും കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ്. വയറിന് ആഴത്തിൽ കുത്തേറ്റ ശശി വെന്റിലേറ്ററിൽ തുടരുകയാണ്. രാധാമണിയുടെ നിലയും ഗുരുതരമായി തുടരുന്നു. ഇരുവരും അപകടനില തരണം ചെയ്തിട്ടില്ലെന്നാണ് ആശുപത്രി വൃത്തങ്ങൾ അറിയിക്കുന്നത്. ബന്ധുക്കളും നാട്ടുകാരും ഇവർക്കായി പ്രാർത്ഥനയിലാണ്. അതേസമയം കൊല്ലപ്പെട്ട ഷാരിമോളുടെ മൃതദേഹം ബുധനാഴ്ച ഉച്ചയ്ക്ക് ശേഷം കവിയൂരിലെ വീട്ടുവളപ്പിൽ സംസ്കരിച്ചു. ആ നാട് കണ്ണീരോടെയും വിതുമ്പലോടെയുമാണ് ഷാരിക്ക് അന്ത്യയാത്ര നൽകിയത്. ഒരു നാടിന്റെ മുഴുവൻ വേദനയും ആ സംസ്കാര ചടങ്ങിൽ നിഴലിച്ചിരുന്നു. അറസ്റ്റിലായ ജയകുമാറിനെ പത്തനംതിട്ട ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കും. കൊലപാതകം IPC 302, വധശ്രമം IPC 307, ആയുധം ഉപയോഗിച്ച ആക്രമണം IPC 326 തുടങ്ങിയ വകുപ്പുകൾ ഇയാൾക്കെതിരെ ചുമത്തും. ജയകുമാറിനെ കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ ചോദ്യം ചെയ്യാനാണ് പോലീസിന് നീക്കം. സംഭവത്തിന് പിന്നാലെ യഥാർത്ഥ കാരണങ്ങൾ, ഗൂഢാലോചനകൾ ഉണ്ടോ, ആരെങ്കിലും സഹായിച്ചിട്ടുണ്ടോ തുടങ്ങിയവ കാര്യങ്ങൾ വ്യക്തത വരുത്തേണ്ടതുണ്ട്. അതിവേഗത്തിൽ ഈ കേസിന്റെ വിചാരണ പൂർത്തിയാക്കി കുറ്റവാളിക്ക് അർഹമായ ശിക്ഷ വാങ്ങിക്കൊടുക്കണമെന്നാണ് പൊതുസമൂഹത്തിന്റെ ആവശ്യം. ഈ സംഭവം കേരളത്തിലെ കുടുംബ ബന്ധങ്ങളിലെ വിള്ളലുകളിലേക്കും അതിന്റെ ഭീകരമായ പ്രത്യാഘാതങ്ങളിലേക്കും വിരൽ ചൂണ്ടുന്നു. ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ കൗൺസിലിംഗിന്റെയും നിയമസഹായത്തിന്റെയും പ്രാധാന്യം ഈ സംഭവം വീണ്ടും ഓർമ്മിപ്പിക്കുന്നു.